ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ആണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണിത്. 7ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് പുതിയ പാഠപുസ്തകമാണ്. അതിലെ 3ാമത്തെ ചാപ്റ്ററായ ട്രയാങ്കിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസിൻ്റെ ഉത്തരങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. മാത്സിൻ്റെ മാത്രമല്ല മറ്റു പല സബ്ജക്ട്സിൻ്റെയും മറ്റെല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുമാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, അതുപോലെ ആനുവൽ എക്സാം, ഇതിൻ്റെ എല്ലാ മോഡൽ ചോദ്യപേപ്പറുകൾ, അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചോദ്യങ്ങളുടെ അനലൈസിസ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഉത്തരങ്ങളാണ്. എങ്ങനെയാണ് ആ ഉത്തരങ്ങൾ കിട്ടിയതെന്നും നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം. അപ്പോൾ ട്രയാങ്കിൾസ് ആണ്, 3ാമത്തെ ചാപ്റ്റർ ആണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് സ്റ്റാർ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് വേണമെങ്കിൽ ഡീറ്റെയിൽ ക്ലാസ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം വരുന്നത്, the sides of a triangle are natural numbers. If the lengths of two sides are 5 centimeters and 8 centimeters, what are the possible numbers which can be the length of the third side? അപ്പോൾ ഒരു ത്രികോണം ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളുടെ വശങ്ങൾ ഉള്ള നമ്പേഴ്സ് എല്ലാം നാച്ചുറൽ നമ്പറുകൾ തന്നെയാണ്. അതിൽ രണ്ട് വശങ്ങളുടെ നീളം 5ഉം 8ഉം അവർ തന്നിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ വശത്തിൻ്റെ നീളം നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്ക് എക്സാക്റ്റ് ഒരു നമ്പർ കിട്ടില്ല. നമുക്ക് പോസിബിൾ ആയിട്ട് വരാൻ സാധിക്കുന്ന പോസിബിൾ നമ്പേഴ്സ് ഏതൊക്കെ എന്ന് മാത്രമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഉത്തരം ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the sum of the lengths of any two sides is greater than the length of the third side. അപ്പം ഇതിൽ ഈ 8ഉം 5ഉമാണ് രണ്ട് വശങ്ങൾ. ഈ വശങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3ാമത്തെ വശം എത്രയാണോ ഗ്രേറ്റർ ദാൻ ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് എന്നാണ് പറയുന്നത്. തേർഡ് സൈഡിനെക്കാളും കൂടുതലായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ 5+8 ചെയ്യുമ്പോൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. തേർഡ് സൈഡിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം. 13 നമുക്ക് വരുന്നത്. അപ്പോൾ 13 എന്ന് പറയും, 13 ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. തേർഡ് സൈഡിനേക്കാൾ കൂടുതലാണ് ഈ 13 അല്ലേ. അപ്പോൾ എന്താണ് ആ 3ാമത്തെ വശം നമുക്ക് അറിയില്ല. പക്ഷെ ഇത് കൂട്ടിക്കിട്ടുന്ന ഉത്തരം ആ 3ാമത്തെ വശത്തിനേക്കാൾ കൂടുതലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 13ൽ താഴെയുള്ള നമ്പറുകൾ, അതായത് 1 മുതൽ 12 വരെ ഏതോ ഒരു നമ്പറാണ് നമ്മുടെ 3ാമത്തെ വശം. പക്ഷെ ഇവിടെ കൊണ്ടും തീർന്നില്ല, നമുക്ക് ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. സോ ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ഷുഡ് ബി ലെസ് ദാൻ 13 ആണെന്ന് നമുക്കറിയാം. ബട്ട് നമ്മുടെ അടുത്ത കണ്ടീഷൻ വരുന്നത്, ഡിഫറൻസ് ഓഫ് ദ ലെങ്ത്സ് ഓഫ് എനി ടു സൈഡ്സ് ഈസ് സ്മോളർ ദാൻ ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. ഇനി ഇതിൻ്റെ ഡിഫറൻസ്, ഈ രണ്ട് വശങ്ങളായ 8ഉം 5ൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് 8 - 5 3 ആണ്. ഈ 3ൽ ചെറുതുമായിരിക്കില്ല നമ്മുടെ ഈ വരുന്ന 3ാമത്തെ വശത്തിൻ്റെ അളവ്. സോ നമ്മുടെ അളവ് വരിക ഈ 3നും 13നും ഇടയിലുള്ള ഏതോ നമ്പറാണ് നമ്മുടെ തേർഡ് സൈഡിൻ്റെ അളവായിട്ട് വരിക. അപ്പോൾ 3നും 13നും ഇടയ്ക്ക് വരുന്ന നമ്പറുകൾ എന്ന് പറഞ്ഞാൽ 4, 5, 6, 7, 8, 9, 10, 11, 12, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇത്രയും നമ്പേഴ്സിൽ ഇതിലേതുമാകാം. അതാണ് അവിടുത്തെ പോയിന്റ്. സോ 8 - 5 3 ആണ്. ഷുഡ് ബി ലെസ് ദാൻ തേർഡ് സൈഡ് എന്ന് പറഞ്ഞു. 3 ആണ് ആൻസർ. 3 ഷുഡ് ബി ലെസ്സർ ദാൻ ദ തേർഡ് സൈഡ്. തേർഡ് സൈഡിനേക്കാൾ ലെസ്സർ ആണ് ഈ 3. ദ നാച്ചുറൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 3 ആൻഡ് ലെസ്സർ ദാൻ 13 വരുന്നത് 4, 5, 6, 7, 8, 9, 10, 11 and 12 ആണ്. അപ്പോൾ ഇതിൽ ഏതുമാവാം നമ്മുടെ ആ ആൻസർ കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് 2 of the sides are 1 centimeter and 99 centimeters. What is the length of the third side എന്നാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ 1നെയും 99നെയും കൂട്ടുക. അപ്പോൾ നമുക്ക് 100 വരും. 100ൽ കുറവായിരിക്കും നമ്മുടെ ആൻസർ. ഇനി 99ഉം 1 ഒന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 98 വരും. 98ൽ കൂടുതലായിരിക്കും നമ്മുടെ ആൻസർ. സോ 98, 100 ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന 99 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക കേട്ടോ.
ഇതാണ് ആൻസർ, സിമ്പിളായി പറഞ്ഞാൽ. പക്ഷെ നമ്മളിത് സ്റ്റെപ്പായിട്ട് തന്നെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. സം ഓഫ് ദി ലെങ്ത്സ് ഓഫ് എനി ടു സൈഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് എന്ന് പറഞ്ഞു. സോ 1 + 99 എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. ദാറ്റ് ഈസ് 100 ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ് ആണ്. സോ ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ഷുഡ് ബി ലെസ് ദാൻ 100. The difference of the lengths of any two sides is smaller than the length of the third side. അപ്പോൾ 99 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന 98 എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ദ തേർഡ് സൈഡ് തന്നെയാണ്. സോ ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ഷുഡ് ബി സംതിങ് ഗ്രേറ്റർ ദാൻ 98. 98ൽ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ 100ൽ കുറവുമായിരിക്കും എന്ന കണ്ടീഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ വരുന്നത് 99 ആയിരിക്കും. 98 കഴിഞ്ഞ് 99 then 100. അപ്പോൾ 99 ആണ് നമ്മുടെ ഉത്തരം. കണ്ടല്ലോ, the length of the third side is 99 centimeter. ഇനി അടുത്തത് വരുന്നത് which of the following sets of 3 lengths can be used to draw a triangle? താഴെ തന്നിരിക്കുന്നതിൽ ഏത് മെഷർമെന്റ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ കണ്ടീഷൻ നോക്കുക. നമ്മൾ ഈ ചെറിയ 2 വശങ്ങൾ കൂട്ടിയാൽ ഈ മൂന്നാമത്തെ വശത്തിനേക്കാൾ വലിയ നമ്പർ കിട്ടണം, എങ്കിൽ മാത്രമേ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അതായത് ചെറിയ 2 വശങ്ങൾ, 4ഉം 6ഉം ചെറിയ നമ്പർ അല്ലേ 10നേക്കാൾ. അപ്പം ഈ 4ഉം 6ഉം കൂട്ടിയാൽ നമുക്ക് വരുന്നത് എത്രയാ? 10 ആണ്. പക്ഷേ നമുക്കിവിടെ ഓൾറെഡി 10 മൂന്നാമത്തെ വശത്തിൻ്റെ മെഷർമെൻ്റായി തന്നിട്ടുണ്ട്. 10 വന്നു കഴിഞ്ഞാൽ ആൻസർ ശരിയാവില്ല. 10ൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റിയേനെ. പക്ഷെ ഇതിവിടെ പറ്റില്ല, അപ്പം ഇതും കൊണ്ട് പറ്റില്ല. അടുത്തത് നോക്കൂ, 3ഉം 4ഉം സോറി 3 + 4 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? ചെറിയ വശങ്ങൾ 3ഉം 4ഉം ആണ്, 7 വരും. ഉറപ്പായിട്ട് 5 എന്ന മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതല്ലേ 7. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയും. അടുത്തത് നോക്കൂ, 10ഉം 5ഉം 4ഉം ആണ്. അപ്പോൾ ഇതിൽ ചെറിയ വശങ്ങൾ 5ഉം 4ഉം ആണ്. ഈ 5ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 9 ആണ്. ബട്ട് 9 ചെറിയ നമ്പറാണ് അല്ലേ, 10നേക്കാൾ കൂടുതൽ വരണം ആൻസർ. അപ്പോഴേ ഇതിൽ വെച്ച് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഇതും നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം നമുക്ക്. ആദ്യം 4 + 6 10 ആണ്, which is not greater than the third side. So it is not possible to draw a triangle with these lengths. അപ്പോൾ ഇത് വെച്ചിട്ട് വരയ്ക്കാൻ സാധിക്കില്ല. അടുത്ത രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ ആണ്, ഹിയർ ദ സം ഓഫ് എനി 2 sides ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. സോ വി ക്യാൻ ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ദിസ് സെറ്റ് ഓഫ് ലെങ്ത്. ഇവിടെ നമുക്ക് സാധിക്കും, കാരണം 4ഉം 5ഉം കൂട്ടുമ്പോൾ 4ഉം 3ഉം കൂട്ടുമ്പോൾ 7 ആണ് വരിക. അതിവിടെ നിങ്ങൾ എഴുതിയിട്ട് വേണം എക്സ്പ്ലനേഷൻ എഴുതാൻ കേട്ടോ. 4 + 3 7 ആണ്. സോ ഇത് ഗ്രേറ്റർ ആണ് തേർഡ് സൈഡിനെക്കാളും. സോ ഇവിടെ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് വരയ്ക്കാം? ഈസി ആയിട്ട് തന്നെ വരയ്ക്കാൻ കഴിയും. അടുത്തത് 5 + 4 9 ആണ്, വിച്ച് ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. സോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ദീസ് ലെങ്ത്സ്. അപ്പോൾ ഈ ലെങ്ത് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ മൂന്നാമത്തെ കഴിഞ്ഞു. ഇനി നാലാമത് വരുന്നത് ഡ്രോ ദീസ് പിക്ചേഴ്സ് ആണ്. ഈ പിക്ചറുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? വരയ്ക്കുക എന്നതാണ്. ഈ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഡ്രോ എന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് ആവശ്യമുണ്ടെങ്കിൽ. അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.